ഡോക്ടറാണ്. അപ്പൊ ഈ ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്റെ ഒരു പേഷ്യന്റിനെ കാണുകയാണ്. പേഷ്യന്റ് ആരാണെന്ന് വെച്ചാൽ സൂയിസൈഡ് അറ്റംപ്റ്റ് പലതവണ നടത്തിയിട്ട് പരാജയപ്പെട്ട് കാലൊക്കെ ഒടിഞ്ഞ് വയ്യാണ്ട് വന്ന് കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇവളുടെ കാലൊക്കെ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇവള് ചാടി എണീറ്റ് എന്ത് ചെയ്യുന്നു, അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്ന് വിളിച്ചു പറയും. അപ്പോഴത്തേക്കിനും ഒരു ഡോക്ടർ ദേഷ്യപ്പെട്ട് പറയണേ വേദനയ്ക്കില്ല പിന്നെ എന്തിനാ ചാവാൻ പോകുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവള് പറയുന്നുണ്ട്, അതിപ്പോൾ എനിക്ക് തനിക്ക് മട്ടുണ്ടായിട്ടൊന്നും അല്ല ഞാൻ മരിക്കാൻ പോയത്, എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിന്റെ ലൈഫിൽ നിനക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു റീസൺ ഉണ്ടല്ലോ, അത് ഓർത്ത് നീ സന്തോഷിച്ച് സമാധാനമായിട്ട് അതിനോട് പൊരുതി ജീവിക്കുക. അങ്ങനെയാണ് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ആരാണെന്ന് ഈ പെൺകുട്ടി വീണ്ടും ചോദിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഹീറോ അത് ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഫ്ലാഷ് ബാക്കിലേക്കാണ് അടുത്ത സീൻ പോകുന്നത്. അവിടെ കാണിക്കുന്നത് ഒരു ക്ലാസ് റൂമാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ പുതുതായിട്ടൊരു സ്റ്റുഡൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനാണ്. ഈ ഒരു കുട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ ഹാനാബി എന്നാണ്. അപ്പോൾ ഹാനാബിയുടെ ടീച്ചർ പറയുന്നു, നീ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ലാസ്സിന് മുമ്പാകെ എന്ന് പറയുമ്പോൾ ഇവള് പറയുന്നു, കഴിയാവുന്നതും ജീവന് പേടിയുള്ളവർ എന്നെ അവോയ്ഡ് ചെയ്ത് നടക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു കെയറിങ് ആയിട്ടുള്ള ലുക്കിൽ ഭയങ്കര റൂഡായിട്ട് നടന്നു പോകുന്നു. അപ്പോൾ തന്നെ പിള്ളേരെല്ലാം പേടിക്കുന്നത്, ഇവിടെ എന്താ ഇങ്ങനെ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. അപ്പോൾ ഹീറോ ആ സമയത്ത് ഭയങ്കര പഠിപ്പിച്ചിട്ടാണ്, ഒരു ബുജി, കട്ട ബുജി എന്ന് പറയാം. അപ്പോൾ ആള് ഭയങ്കര പാവത്താനുമാണ്. ഈ ക്ലാസ്സിൽ കുറേ റൗഡി പിള്ളേരുണ്ട്. നമ്മുടെ ഈ ഒരു ആശാനാണെങ്കിൽ പഠിക്കുന്ന കാര്യമില്ലാതെ വേറെ ഒന്നും അറിയാൻ പാടില്ല, വലിയ തൻ്റെയുടെ ധൈര്യമൊന്നും ഇല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റൗഡി ആയിട്ടുള്ള പിള്ളേർ എന്ത് ചെയ്യുന്നു, ഇവനെ എപ്പോഴും ടീസ് ചെയ്യാണ്, ഇവനെ എപ്പോഴും എടുത്തിട്ട് അടിക്കുക ഓരോ സാധനങ്ങൾ 3 മിനിറ്റ് നേരം അതിനുള്ളിൽ പോയ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എപ്പോഴും ഫുഡ് സെർവ് ചെയ്യാനോ അതും ഇതും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവൻ വേണം എത്തിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവനെ ആകെ ആക്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ വിഷമിച്ചിട്ട് ഒരു ദിവസം എന്ത് ചെയ്യുന്നു, ഇവൻ വിചാരിക്കുന്നു എങ്ങനെയല്ല ആത്മഹത്യ, ഈ പിള്ളേരുടെ ഭയങ്കരമായിട്ട് പിള്ളേരുടെ ടോർച്ചർ കാരണം ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവനൊരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ട് ഫാനിൽ ഒരു റോപ്പൊക്കെ ഇട്ടിട്ട് മരിക്കാൻ തുടങ്ങും. ഇതേ സമയമാണ് നമ്മുടെ ഹീറോയിൻ്റെ എൻഡ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഇവൻ്റെ ഈ ഒരു കത്തൊക്കെ വളരെ ലാഘവത്തോടുകൂടി വായിച്ചിട്ട് ഓഹോ ഇങ്ങനെയൊക്കെയാണോ എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഹീറോയുടെ കയ്യിൽ നിന്ന് റോപ്പ് മുറിഞ്ഞ് താഴെ ആൾ വീഴുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നത്, അയ്യോ ഈ റോപ്പ് വെച്ചിട്ടാണ് നീ മരിക്കാൻ പോകുന്നത്, ഇതൊക്കെ മരിക്കാൻ പോകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജമ്പ് ചെയ്യാൻ കിട്ടുന്ന റോപ്പൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്താൽ നല്ലോണം കട്ടിയായിരിക്കും, അപ്പോൾ ഇങ്ങനെ വീടൊന്നും പാടില്ല. തന്നെയല്ല നീ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ സമ്പാദ്യക്കാർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യണമെന്ന്, ചാരിറ്റിയുടെ കാര്യമൊക്കെ, നീ എന്താ സമ്പാദിച്ച് വെച്ചേക്കണം അതൊക്കെ എടുത്ത് കൊടുക്കാൻ, വീട്ടുകാരെല്ലാം ഉണ്ടാക്കി വെച്ചേക്കായിരിക്കും, നാളെയല്ലോ എന്നും പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു ഹീറോ ഇവളെ കാണുക, ഇവള് പറയുന്ന ഒരു അപമാനമായിട്ട് ബോധം കെട്ട് കിടക്കാന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് കിടന്നിട്ട് ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കണ്ണ് തുറക്കുമ്പോഴേക്കും ഇവിടെ തിരിച്ചു നല്ല ഫോണിന്റെ ഹിസ്റ്ററി ഒക്കെ ഡിലീറ്റ് ചെയ്തേ, ഫോണിൽ എന്തൊക്കെയോ വീഡിയോസ് ഉണ്ടെന്നൊക്കെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ, അതൊക്കെ ഡിലീറ്റ് ചെയ്തോ, ചാനലും അതൊക്കെ ഡിലീറ്റ് ചെയ്യണേ എന്നും പറഞ്ഞിട്ട് പോകുന്നു. ഇതിന് ശേഷം ഒരു തവണ എന്ത് പറ്റുന്നു, വീണ്ടും ഈ റൗഡികളുടെ മുമ്പിൽ നമ്മുടെ ഈ ഒരു ഹീറോ പെട്ടുപോയിട്ട് ഈ റൗഡീസ് നമ്മുടെ ഈ ഒരു ഹീറോയുടെ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്ത് അവരോട് ഊരി മാറ്റാൻ പറഞ്ഞിട്ട് ഇവൻ ട്രൗസറും ബനിയനും മാത്രം ഇടുവനെ സ്കൂളിൽ കൂടെ ഓടിക്കുകയാണ്. അപ്പോൾ ഇതിലും ഭയങ്കരമായിട്ട് മനം നിന്നിട്ട് കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് എടുത്ത് ചാടാന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവിടെ നമ്മുടെ ഹീറോയിൻ. അപ്പോൾ ഇവിടെ പറയും, നിനക്ക് എന്താണ് തിരക്ക്, ഇത് തന്നെയുള്ള പണിയെ ഞാൻ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നു, നീ എന്താ വിചാരിക്കുന്നത്, എനിക്ക് വട്ടായിട്ടാണോ ഞാനിതൊക്കെ ചെയ്യുന്നത്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പിള്ളേരെന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, നിനക്ക് അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യാനോ റീസൺ ഉണ്ടല്ലോ, അത് വിചാരിച്ച് നിനക്ക് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. മറുപടിയായിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നിനക്കൊണ്ട് പറ്റുമോ 3 മിനിറ്റ് കൊണ്ട് ഇവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനേ, ചില സമയത്ത് അവിടെ ബണ്ണും കാണില്ല ബ്രെഡും കാണില്ല, അതും പോരായിട്ട് തടിയനാണെങ്കിൽ എപ്പോഴും മിൽക്ക് ബ്രെഡാണ് വേണ്ടത്, അവരെപ്പോഴും ഇങ്ങനെ തിന്നണം എന്നുള്ള വിചാരമേ ഉള്ളൂ, പിന്നെ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്നെ അടിക്കുകയും ചെയ്യും, അപ്പോൾ ഈ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അവർ അതിലും വലുതായിട്ട് വിഷമിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവളെന്ത് പറയുന്നു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നു, നിന്നെ ഇത്രയും നാണം കെടുത്തിയില്ല അവന്മാരെ, നീ എൻ്റെ കൂടെ വാ, അവന്മാരെ നിന്നെയിലും ഞാൻ നാണം കെടുക്കുന്നത് കാണിച്ചു തരാം, ഫോളോ മീ എന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ പോകുന്ന വഴിയെ 2 പെൺകുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെന്താണ് ഈ നമ്മുടെ ഹീറോയെ കാണുമ്പോൾ എപ്പോഴും ടീസ് ചെയ്ത് അവനെ കളയിക്കൊണ്ട് നടക്കുന്നതാണ് അവരും. അപ്പോൾ ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവള് അറിയാതെ നടക്കുകയാണെന്നുള്ള രീതിയിൽ ചെന്നിട്ട് തട്ടി ഈ ഐസ്ക്രീം അവരുടെ 2നും ദേഹത്ത് മറിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇതെന്താ ഇപ്പം എന്തൊരു പോക്കായി പോകുന്നതെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഇവൾ ഈ പറയുന്ന നമ്മുടെ ഹീറോയെ അടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഭയങ്കര വണ്ണമുള്ള ഒരു പയ്യൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് കണ്ണടയ്ക്കാൻ പറയുന്നു. അപ്പോൾ അവനെന്ത് വിചാരിക്കുന്നു, ഓ ഇവളിപ്പോൾ കിസ് ചെയ്യാൻ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചിട്ട് കിസ് ചെയ്യുന്ന ഭാഗത്തോട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഹനാബി എന്ത് ചെയ്യുന്നു, ഇവരുടെ ട്രൗസർ അങ്ങ് ഊരുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ കൈ പിടിച്ചിട്ടാണ് ഓടുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു പെൺകുട്ടിയുടെ മേലെ ഹനാബിയുടെ മേലെ ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ഇവൻ എന്നും ഇവിടെ കാണാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ രാവിലെ വന്ന് നിൽക്കും. ഇവിടെ പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി വെക്കുന്നുണ്ടെങ്കിലും ഇവിടെ കാണുമ്പോഴേക്കും ആകെ ആശാന്റെ ധൈര്യമെല്ലാം പോയിട്ട് ഇത് കൊടുക്കാൻ പറ്റാതാവുന്നുണ്ട്. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നാണ് ഈ റൗഡി പിള്ളേരെ നമ്മുടെ ഈ ഒരു ഹീറോയെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ മേലെ തക്കാളിയൊക്കെ എടുത്ത് എറിയാൻ വേണ്ടി ഇവനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇവന് വേറെ വഴിയില്ലാതെ ചെയ്യേണ്ടി വരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഹനാബിയും നമ്മുടെ ഈ ഒരു ഹീറോയും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു 2-3 ദിവസത്തേക്ക് നമ്മുടെ ഈ ഒരു ഹീറോയോട് സംസാരിക്കുന്നൊന്നുമില്ല, അവനെ കാണുന്നതുമില്ല.
അപ്പോൾ നമ്മുടെ ഹീറോ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ എന്തോ നോട്ട് എഴുതിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ സമയത്തേക്കിനും ഒരു പയ്യൻ ക്ലാസ്സിലേക്ക് ഓടി വന്നിട്ട് കേട്ടോ ശരിയാണ് കേട്ടോ, ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടോ, അപ്പൊ എന്തായാലും ഉറപ്പായിരിക്കും, എന്നാലും ഹനാബി സൂയിസൈഡ് ചെയ്യാൻ എന്തായിരിക്കും കാരണം എന്ന് പറയും. ഇത് കേട്ടതും നമ്മുടെ ഈ ഒരു ഹീറോ ഇങ്ങനെ നിർത്താതെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനിങ്ങനെ എഴുതിയ പേന കൊണ്ട് ആ പേജ് മൊത്തം ഇങ്ങനെ കുത്തി വരച്ചിട്ട് അവന്റെ മനസ്സിൽ തോന്നണം എന്നെ മരിക്കാൻ വിടാതെ ഇവിടെ എന്താ കാണിച്ചത്, ഇവളെങ്ങനെയാ മരിക്കുന്നത്, എങ്ങനെ അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ലൈഫാണ്. നമ്മുടെ ഒരു ഹീറോ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രണ്ട് ആരാണെന്ന് വെച്ചാൽ സ്കൂൾ ടൈം തൊട്ടേ നമ്മുടെ ഒരു ഹീറോയുടെ കൂടെ ഉള്ള ആളാണ്. പക്ഷേ ഹീറോയുടെ ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞാൽ അവനെയും ഈ റൗഡിയായിട്ടുള്ള പിള്ളേരെ ടീസ് ചെയ്യാന്ന് വിചാരിച്ച് ഇവർ തമ്മിലൊരു സീക്രട്ട് ഫ്രണ്ട്ഷിപ്പാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. പുറത്ത് ഇന്റർവെല്ലിന് പോകുന്ന സമയത്തൊക്കെ മാത്രം സംസാരിക്കും, ഫോൺ ചെയ്യും, അങ്ങനെ. അല്ലാതെ ക്ലാസ്സിൽ ആർക്കും ഇവന്റെ ഫ്രണ്ടാണ് ഈ ഒരു പയ്യൻ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ ഒരു പെങ്ങളെ ഇഷ്ടപ്പെട്ട് ഇവൻ കല്യാണം കഴിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹീറോയുടെ പെങ്ങളോടും ആ ഒരു ഫ്രണ്ടിനോടും ഒക്കെ എപ്പോൾ സംസാരിച്ചാലും ഇവന് കുറച്ച് ഡ്രിങ്ക്സ് അകത്തി എന്താ സംസാരിക്കാനുള്ളത് ഫുള്ള് ഇവിടെ ഹനാബിയെ കുറിച്ചാണ്. അവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അവൾ എന്താണ് ആ ഒരു റീസൺ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടുന്നുണ്ട്. അന്നോട്ട് ഇന്ന് വരെ ഞാൻ ഇതെന്റെ മനസ്സിൽ കിടക്കുകയാണ്, എന്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ഈ ഒരു ഹീറോയിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് കൂടുതൽ സമയത്ത് എപ്പോഴും എന്ത് ചെയ്യും, ഓടിയിട്ട് ഒരു കടയിൽ ചെന്ന് കയറും. അപ്പൊ ആ കട വേറെ ആളുടെ അല്ല, നമ്മുടെ ഹീറോയുടെ അച്ഛൻ്റെയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിന്റെ കുറെ എഴുതിയ നോട്ട്സുകൾ, ഡയറികളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇതെടുത്ത് വെച്ച് വായിക്കുകയാണ് ഇവൻ ചെയ്യാറ് മിക്കപ്പോഴും. അപ്പൊ അങ്ങനെ ഒരു ദിവസം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പുറകിൽ നിന്ന് റേഡിയോയിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടിയാൽ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ അത് ഏത് കാലഘട്ടത്തിലേക്കായിരിക്കും പോകുന്നതെന്ന്. ഇവൻ മറുപടി ഒട്ടും ആലോചിക്കാതെ തന്നെ പറയുന്നു, അതെന്റെ സ്കൂൾ ലൈഫിലേക്ക് തന്നെ പോയിട്ട് എനിക്ക് ഹനാബിയെ കാണാമെന്ന് പറയുന്നു. പിന്നീട് ഒന്നും കൂടെ ആ ഒരു സൗണ്ടിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഈ പ്രസന്റ് ലൈഫ് വേണ്ടാന്ന് വെച്ചിട്ട് ആ പാസ്റ്റ് ലൈഫിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ 100% ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവൻ വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത്, അവിടെ ഹനാബി ആ ഒരു സ്കൂൾ യൂണിഫോമിൽ ആ ഒരു കൊച്ചു പെൺകുട്ടി അവിടെ നിൽക്കുന്നതായിട്ട്, വെളിയിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡയറി കയ്യിലെടുത്തിട്ട് അവൾ പോണ വഴിക്ക് പോവുകയാണ്. അപ്പൊ അവൾ ഓടി 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 അവന്റെ അടുത്തൊന്നും ദൂരം അങ്ങനെ എങ്ങോ പോവുകയാണ്. അപ്പൊ ചെന്ന് ഇവൻ എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നോ എക്സിറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാതിലിന്റെ മുന്നിൽ നിൽക്കുന്നു. അപ്പൊ അവൻ ആ വാതിൽ തുറക്കുന്നു. അവൾ അതുവഴിയാണ് പോയതെന്ന് അവന് തോന്നി. അപ്പൊ അതുകൊണ്ട് അവൻ ആ വാതിലിലേക്ക് ചെന്ന് കയറുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഈ നമ്മുടെ ഹീറോയുടെ പെങ്ങളുണ്ടല്ലോ, അവൾ ഇവന്റെ റൂമിലേക്ക് കയറി വന്നിട്ട് പറയുന്നു, എന്റെ സ്ട്രൈറ്റ്നർ എടുക്കാൻ എന്നോട് 100 തവണ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്റെ സ്ട്രൈറ്റ്നർ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഹീറോ കിടന്ന് പോയച്ച മണി കിടന്ന് ഉറങ്ങുകയാണ്. ഇവൻ ചോദിക്കുന്നത്, നിനക്ക് നിന്റെ വീട്ടിൽ പോയിരുന്ന പോലെ എന്തിനാ വെളുപ്പാൻ കാലത്തെ ഈ വീട്ടിൽ വന്നേക്കുന്നത്? അപ്പൊ ഇവിടെ ചോദിക്കുന്നേ, നിന്റെ വീടോ? ഓ, എനിക്ക് എന്റെ വീടുണ്ടായിരുന്നു, ഞാൻ നിന്റെ കൂടെ കാണാൻ നിൽക്കോടെ തിരക്കാന്ന് പറഞ്ഞിട്ട് മര്യാദ എന്റെ പൈസ ആക്കാന്നും പറഞ്ഞ് എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നു. അപ്പൊ അവന്റെ ഈ ഷർട്ട് ആ ഒരു ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുന്ന പോക്കറ്റിൽ നിന്നാണ് ഈ പൈസ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് 2000 രൂപ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് 2000 രൂപയോ നിന്റെ കയ്യിലോ? നീ കൊള്ളാനാളെ ചെറുക്കാൻ വേണ്ടി ആ പൈസ എടുത്തോണ്ട് ഓടുന്നു. അപ്പോഴേക്കിനാണ് ഇവൻ ചാടി എണീറ്റ് ഇവളുടെ മുഖത്തേക്ക്, നിന്റെ മുഖത്തിന് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇവനെ കാണുന്നുണ്ട്. എന്നിട്ട് റൂമിൽ കിടന്ന് ഭയങ്കര അലർച്ച. എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, ഹീറോ ആ ഒരു ഇൻസിഡന്റിന് ശേഷം എങ്ങോട്ടേക്ക് പോയി, തന്റെ 18ാം വയസ്സിലേക്ക്, അതായത് എന്നാണോ തന്നെ ഹനാബി വന്ന് രക്ഷിച്ചത് ആ ദിവസത്തിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്നുണ്ട്, തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ്. കാരണം ഹനാബിയെ കാണാൻ വിചാരിച്ചിരുന്നേല്ലേ. അപ്പൊ അത് തന്നെ എന്താ നടക്കുന്നതെന്നൊന്നും ഹീറോയ്ക്ക് പ്രശ്നമല്ല. അവളെ കാണണമെന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവൻ വേഗം റെഡിയായി സ്കൂളിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് എന്താണ്, ആ ഒരു സ്റ്റേഷനിലാണ് ഹനാബിയെ കാണാൻ നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞുള്ള ദിവസം ഇവർ ഗിഫ്റ്റ് കൊടുക്കാനിരുന്നതാണ്, തന്റെ ജീവൻ രക്ഷിച്ചത് വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചൊക്കെ പോയതാണ്. പക്ഷെ അത് പറ്റിയില്ല. അപ്പൊ അന്ന് അവളെ ചെല്ലുമ്പോൾ അതേപോലെ തന്നെ സ്റ്റേഷനിൽ അവളെ നിൽപ്പുണ്ട്. ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴത്തേക്കിനും ഇവളെന്താ ഒരു റൂഡി ക്യാരക്ടർ അല്ലേ. അപ്പൊ ഇവളവനെ തട്ടി മാറ്റിയിട്ട്, ചെറുക്കാൻ നീ എന്ത് കാണിക്കുന്നത്, റോഡി വെച്ചെന്നെ കെട്ടിപ്പിടിക്കുന്നത്, ഇത്ര ധൈര്യം എന്ന് പറഞ്ഞിട്ട് ഇവനെ അടിക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ഇവൻ പറഞ്ഞു, ഞാനില്ല ദേഷ്യപ്പെടേണ്ട, ഞാൻ എത്ര മിസ് ചെയ്തെന്ന് അറിയാവുന്നേ, എന്നെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭാഗ്യം ചെല്ലുമ്പോഴത്തേനും ഇവളവനെ അടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ നേരത്തെ കാണിച്ച 2 പെൺകുട്ടികളുണ്ടല്ലോ. അപ്പൊ അതിലൊരാൾ എന്ത് ചെയ്യും, എപ്പോഴും മറ്റേ കൂട്ടുകാരോട് പറയുന്നത്, അവരുടെ ഒരു വായി നോക്കി എപ്പോഴും എന്നെ നോക്കുക, അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നി, ഞാൻ എവിടെ ചെന്നാലും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. അന്ന് ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഹീറോ അവിടെ നിൽക്കുകയാണ്. ഹീറോ ഇവരെ കാണുന്ന പോലുമില്ല. പക്ഷെ ചെന്ന് ഇവരുടെ മുമ്പിൽ എന്ന് പെടുമ്പോഴത്തേക്കും ഇവള് പറയുന്നത്, കണ്ടോ എപ്പോഴും എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്, എന്നിട്ട് വായി നോക്കി എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവൻ എന്ത് പറയുന്നു, അതെ എനിക്ക് ഇയാളെ ഇഷ്ടമൊന്നുമല്ല, എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, ഒരു ക്വാളിറ്റി ഒക്കെ വെമ്പിളാരെ ഞാൻ നോക്കുള്ളൂ, അതുകൊണ്ട് ഇയാൾ ഇനി ഇതും പറഞ്ഞുകൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നു, ആകെ ആ കൂട്ടുകാരുടെ മുന്നിൽ നാണം കിടന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അതായത് ഹീറോയുടെ പെങ്ങളെ കല്യാണം കഴിച്ച ഒരു പയ്യൻ, ആ പയ്യൻ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ എല്ലാവരും അറിഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. പക്ഷെ ഇവനെന്ത് ചെയ്യുന്നു, അവനെ കണ്ട ഉടനെ ഹീറോ ചെന്നിട്ട് മച്ചാന്ന് പറഞ്ഞിട്ട് ചാടിക്കറി അവനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴത്തേക്കിനും ഈ ഒരു ഫ്രണ്ടിന് പേടിയാണ്, കാരണം ഇവനുമായിട്ടൊരു കമ്പനി ആണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം എന്നെ കൂടെ എടുത്തിട്ട് അടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു, അവിടുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, എന്ത് അർജന്റ് മാറ്റർ എന്ന് വെച്ചാൽ നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവനെ അടുത്തൊന്ന് ഓടിപ്പോന്നു.
അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹീറോ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ റൗഡി പിള്ളേർ അവർ വന്ന് നിൽപ്പുണ്ട്. ഞങ്ങളുടെ ഹോംവർക്ക് ചെയ്തായിരുന്നോ ചോദിക്കുമ്പോഴേക്കും ഇവൻ പറയുന്നത് തിരിച്ച് നിങ്ങളുടെ ഹോംവർക്ക് ഇനി തൊട്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിൽ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ ക്ലാസ് ഫുള്ള് ഞെട്ടുകയാണ്. ഇവൻ എന്താണ് ഇത്രയും നാളില്ലാത്തൊരു കോൺഫിഡൻസ്. അപ്പോൾ നമ്മുടെ ഹനാബി നോക്കുന്നുണ്ട് ഇവന് എന്ത് വെച്ച് പെട്ടെന്ന് ഇത്രയും നാളും ഇങ്ങനെ നല്ലായിരുന്നു അല്ലെങ്കിൽ തിരിച്ച് പറയത്തില്ലായിരുന്നുള്ളത്. അങ്ങനെ ആകെപ്പാടെ നമ്മുടെ ഹീറോയുടെ ഫോമൊക്കെ മാറിയിരിക്കുകയാണ്. അന്നാണ് അവൻ ആലോചിക്കുന്നത് ഇന്ന് ജൂലൈ 9. അപ്പോൾ ജൂലൈ 14 തീയതിയാണ് നമ്മുടെ ഹനാബി സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഇത്രയും ദിവസമേ എനിക്കുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ എന്താണ് ഇവർക്ക് പറ്റിയതെന്ന് അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളുടെ കൂടെ തന്നെ നടക്കുകയാണ്. ഇവിടെ എങ്ങോട്ട് പോയാലും അങ്ങോട്ട് പോകണം നമ്മുടെ ഈ ഒരു ഹീറോ. ഇവളിങ്ങനെ ആ ഒരു സ്പോർട്സ് സെന്ററിന്റെ അവിടെ വളരെ കൂളായിട്ട് ഇങ്ങനെ കിടന്ന് മ്യൂസിക് ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവ വന്ന് നോക്കുമ്പോൾ എന്താ ഇവള് കണ്ണടച്ച് കിടക്കുന്നു. ഇവളുടെ മുഖത്തിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കൈയൊക്കെ എടുത്ത് വീശി നോക്കുകയാണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത് കണ്ടിട്ട് ഇവൾ ചാടി എണീറ്റ് നീ എന്താണ് എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നത് ചോദിക്കുന്നത് ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങോട്ട് പോവുകയാണ്. ഇവള് പറയുന്നു രാവിലെ നീ എന്നെ കെട്ടിപ്പിടിച്ചത് ഞാൻ ടീച്ചേഴ്സിനോട് ആരും കംപ്ലൈന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ വട്ടം ചുറ്റി നടക്കുമല്ലേ നീ എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ഹീറോ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചിരി കണ്ടുകൊണ്ട് നമ്മുടെ ഹീറോയിന് പിന്നെയും ദേഷ്യം വരുന്നത് ഓഹോ അപ്പൊ നിനക്കിതൊന്നും വലിയ കാര്യമല്ലല്ലോ, നിനക്ക് ഞാൻ പറയുന്നതൊന്നും നിനക്ക് ഒരു വില തരുന്നില്ല നീ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ ദേഷ്യപ്പെട്ട് കയറിയിരിക്കുകയാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു അവളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു നിനക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് എന്ത് പറഞ്ഞാലും ഒരു 3 അടി ഡിസ്റ്റൻസ് തള്ളി നിന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ അവൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു വേറെ രീതിയിൽ മോശം രീതിയിലൊന്നുമല്ല ഞാൻ കെട്ടിപ്പിടിച്ചത്, എങ്ങനെയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാവുന്നില്ല, എൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എടോ എന്ന് പറഞ്ഞിട്ട് ഓടി നമ്മുടെ ഈ ഒരു ഹീറോയുടെ ഫ്രണ്ട് ആ ഒരു റൂമിന്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. നിനക്ക് എന്താവശ്യമുണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി, ഞാനുണ്ട് നിനക്കെന്ന് പറഞ്ഞിട്ട് ഇവനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം സൂയിസൈഡ് ചെയ്യാനാണല്ലോ നമ്മുടെ ഹീറോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് സൂയിസൈഡിന്റെ തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അപ്പം അവിടെ ആ സൂയിസൈഡ് നോട്ട് നമ്മുടെ ഹീറോയിന് കിട്ടേണ്ടതിന് പകരം നമ്മുടെ ഹീറോയ്ക്കാണ് ഈ ഒരു സമയത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇവള് വിചാരിക്കും ഇതെന്താണ് ഇവനെ എല്ലാവരും നടന്ന് കെട്ടിപ്പിടിക്കുകയാണ്, ഇവനെ ആൾക്കാർ കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇവൻ നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ഒരു ഫ്രണ്ടിന് തട്ടുപറ്റിച്ച് അവൾ എന്ത് വിചാരിക്കുന്നു എണീറ്റ് മാറി എന്ന് പറയുന്നു. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് എൻ്റെ ഫ്രണ്ട് തന്നോട് കൂടുതൽ കൺസേൺ ഒക്കെ കാണിച്ചു തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അവര് രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് നിന്റെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ കളിയാക്കുന്നതിന് ആ ലൈഫ് റിസ്ക് ചെയ്തു ഇപ്പം തന്നെ ഇരിക്കുന്നത് 6 അടി ഡിസ്റ്റൻസ് അപ്പുറത്തിട്ടാണ്, ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചു, ഇതാണോ നിന്റെ ലൈഫിന്റെ റിസ്ക് എന്ന് പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഹീറോ ഈ ഒരു ഫ്രണ്ടിനോട് പറയുന്നു കാര്യം നിന്റെ സിസ്റ്ററിന്റെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്കണം, അവളുടെ അടുത്തെങ്ങനെ വന്നു ഞാൻ അറിഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് പോവാണ്. കാരണം പ്രസന്റ് ലൈഫിൽ എന്താണ് പെങ്ങളെ കല്യാണം പ്രണയിച്ച് കല്യാണം കഴിച്ചേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമ്മുടെ ഫ്രണ്ടിനുണ്ടത് മനസ്സിലാവുന്നു. അപ്പം അങ്ങനെ അന്ന് രാത്രിയിൽ നമ്മുടെ ഹീറോ ഇവളുടെ ഒരു ഡയറി ഹനാബിയുടെ തൻ്റെ കയ്യിലുണ്ടല്ലോ ആ ഡയറി കൊണ്ടല്ലോ ഈ ഒരു വേൾഡിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ഡയറി എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ജൂലൈ 14 ഇവളുടെ ബർത്ത്ഡേ അന്നത്തെ ഡയറിയാണ്. അപ്പോൾ ആ ഒരു ഡയറിയിൽ ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ഹെൽപ്പ് മീ, അതായത് ഇവിടെ മരിച്ച ആ ദിവസത്തെയാണ്, ഹെൽപ്പ് മീ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു അക്ഷരങ്ങളെല്ലാം ഇങ്ങനെ മാഞ്ഞ് മുകളിലേക്ക് പോകുന്നത് പോലെ അതിനോടൊപ്പം തന്നെ ഡയറിയിൽ പുതിയ കുറേ ടെക്സ്റ്റുകൾ ഇങ്ങനെ എഴുതി ചേർക്കപ്പെടുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഹനാബിയുടെ ലൈഫിൽ പുതിയ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ അന്ന് സംഭവിച്ച കാര്യം എന്താണെന്ന് എഴുതി വെക്കണം. അപ്പം അതിനകത്തുള്ളത് നമ്മുടെ ഒരു ഹീറോയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇവൻ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലല്ലോ, കുറച്ചൊക്കെ വൃത്തിയായിട്ട് വരുന്നുണ്ട്, പക്ഷെ എന്നാലും കണ്ട ഒരു പൊട്ടൻ ലുക്ക എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഹീറോ ഒരു പഞ്ചഭാവത്തിനെ കൂട്ട് മുടിയൊക്കെ പറ്റേ ചെയ്യി ഒരു സ്പെക്ടക്കിളൊക്കെ വെച്ചിട്ട് വളരെ ഒരു ഭാവ ലുക്കിലാണ് നടക്കുന്നത്. എപ്പോഴും ഇൻസേർട്ട് ഒന്നും ചെയ്യാതെ ഒരു എന്താ പറയുക ഒരു ഹാൻഡ്സം ലുക്ക് ഒന്നും ഇല്ല എന്ന് തോന്നത്തക്ക രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ പക്ഷേ ഇത് എഴുതി വെച്ചേക്കുന്നത് കണ്ടപ്പോൾ ഇവന് വിഷമേശം, എന്നാൽ അവൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വെച്ചിട്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഇവൻ തന്നെ ഞെട്ടിപ്പോയിട്ട് അമ്മ ഇത് ഞാനാണോ എന്ന് പറഞ്ഞിട്ട്. കാരണം പ്രസന്റ് ലൈഫിൽ എന്താണ് വളരെ ഹാൻഡ്സം ആണ്, സ്പെക്സ് ഒന്നും ഇല്ല, മുടിയൊക്കെ വളരെ സ്റ്റൈലായിട്ട് ചെയ്യും, വളരെ എന്താ ഫാഷനബിൾ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇങ്ങനെ എനിക്ക് അവളെ ഇംപ്രസ് ചെയ്യണം, അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഞാൻ മാറുന്നുണ്ട്. പിറ്റേ ദിവസം ഇതേപോലെ ഭയങ്കര അടിപൊളി സൂപ്പറായിട്ട് ഒരുങ്ങിയൊക്കെ ചെല്ലുകയാണ്. എന്നിട്ട് ഇവളുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹനാബിയുടെ ലൈഫിൽ ഒരു പ്രശ്നം എന്തിനാണ് കാണിക്കുന്നത് വെച്ചാൽ ഹനാബിയുടെ അച്ഛൻ ഒന്നെങ്കിൽ എപ്പോഴും വർക്കിൽ ബിസി ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം കുടിച്ചിട്ട് ആകെ ബഹളമൊക്കെ ഉണ്ടായിക്കൊണ്ട് നടക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ അവള് വളരെ ഒറ്റപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ഈ ഒരു ലുക്കിൽ ഇവള് കാണുന്നത്. അപ്പൊ ഹീറോ ചെന്നിട്ട് പറയുകയാണ് ഇപ്പൊ ഇങ്ങനെ എന്നെ കണ്ട സൂപ്പർ അല്ല അടിപൊളിയല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഒന്ന് മൈൻഡ് ചെയ്യാതെ ഫ്രണ്ടിലേക്ക് നടന്നു പോകണം. അപ്പൊ ഇവൻ ഇവളുടെ പുറകെ ചെന്നിട്ട് പറ ഞാൻ അങ്ങനെ ഉണ്ടെന്ന് പറ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. ഇവിടെ ഒന്ന് മൈൻഡ് ചെയ്യാതെ ഫ്രണ്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് വരുന്നു. വന്നിട്ട് നീ 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 എന്താ ഇങ്ങനെയാണെന്ന് അടിപൊളിയായിട്ടുണ്ടെന്ന്
പറഞ്ഞിട്ട് ഇവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ തള്ളി മാറ്റി നീ ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് പിന്നെ നടക്കുന്നു. അപ്പൊ നടന്ന് ചെല്ലുമ്പോൾ നമ്മുടെ വീണ്ടും ആ ഒരു റൗഡി പിള്ളേരുടെ മുമ്പിൽ നമ്മുടെ ഹീറോ ചെന്ന് പെടുകയാണ്. അപ്പൊ അവരിവനെ കണ്ടിട്ട് ഇവനെ പിന്നെ കളിയാക്കുന്നുണ്ട്. എന്തുവാണെന്ന് ഭയങ്കര ലുക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്താ ഉദ്ദേശം, വല്ല പിള്ളേരെ എല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്തേക്കും പുറകെ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് അടി ഉണ്ടാക്കാനാണെങ്കിൽ വല്ല പന്നിയുടെയോ കുറുക്കൻ്റെയോ വല്ല മൃഗങ്ങളുടെ പുറകെ പോയി അടി ഉണ്ടാക്കുക, അതൊക്കെ നിനക്ക് പറ്റിയതെന്ന് പറയും. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു, തിരിച്ച് ഇവളോട് നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമായോ എന്ന് പറഞ്ഞിട്ട് ഇവളെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ തവണ ഇതേപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് എന്താണ് നമ്മുടെ ഈ ഒരു ഹീറോ ഇനി ഈ ഒരു സമയത്തേക്കും അവിടെ സ്റ്റെപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് താഴെ വീഴുകയും അതേപോലെ തന്നെ ഹീറോയുടെ നേരേക്ക് ഒരു ഫുട്ബോൾ വന്ന് നമ്മുടെ ഈ ഒരു റൗഡി പിള്ളേർ ഫുട്ബോൾ അവൻ്റെ നേരേക്ക് എടുത്ത് എറിയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പറന്നു വന്ന ഫുട്ബോൾ ഈ ഹീറോ തട്ടി നമ്മുടെ ഈ ഒരു വില്ലന്റെ അടുത്തേക്ക് തന്നെ അടിച്ചു വിടുകയാണ്. അതോടൊപ്പം തന്നെ പക്ഷെ എന്ത് സംഭവിക്കുന്നു, ഇവൻ മറിഞ്ഞു ചെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ഹീറോയിന് സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് താഴെ വീഴുകയും ചെയ്യുന്നു. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഓടിക്കയറി ഇവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയിട്ട് എന്താണ് നമ്മുടെ ഈ ഒരു ഹീറോ ഇപ്പൊ ഡോക്ടറാണല്ലോ, അവന് കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ഇതെടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ഡോക്ടറിനോട് നഴ്സുമാരോട് പറഞ്ഞില്ല, അപ്പോൾ പറയുന്ന കാട്ടില്ല ഇവ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇവരോട് പറയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർ പറയുന്നു മോനെ നീ ഭയങ്കരമായിട്ട് മെഡിക്കൽ ഡ്രാമകളൊക്കെ കണ്ട് ആകെപ്പാടെ അലമ്പായിട്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കൊച്ചിനൊന്നും പറ്റിയിട്ടില്ല, അതിനെ എഴുന്നേറ്റ് നടക്കാമെന്നില്ല, അങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോറിയിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അവൾ എഴുന്നേറ്റ് നടക്കുന്നു. ഇവിടെ എഴുന്നേറ്റ് ചെല്ലുന്നത് വേറൊരു പയ്യന്റെ അടുത്തേക്കാണ്. അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ബാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, അവൾക്ക് ഇപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയുന്നുണ്ട് നീ നിന്റെ പാട് നോക്കി പോയി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും നിർബന്ധിച്ച് പറയുകയാണ്, അവൾക്ക് നമുക്ക് സംസാരിക്കുന്ന എന്താണെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, നീ എന്തായാലും വാ എന്ന് പറയുന്നു. അപ്പോഴേക്കും അവൻ പറയുന്നത് നീ നിന്റെ ഉള്ളിലെ കുറ്റബോധം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എന്നെ മരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ നിന്ന് ഇവിടെ ഇങ്ങനെ കെഞ്ചി സംസാരിക്കുന്നതാണ് നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നു, ഇവ തെറ്റിദ്ധരിക്കുകയാണ്, ഇവളിവനെ പ്രപ്പോസ് ചെയ്യുമല്ലോ ആയിരിക്കാന്ന് വിചാരിച്ചിട്ട് ഇവളെപ്പോൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു നീ എന്തേ കാണിക്കണേ, അവൻ മാത്രമല്ല ഈ ലോകത്ത് വേറെ എത്രയോ നല്ല പിള്ളേരുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അത് കണ്ട് ഒന്നും മനസ്സിലാവാതെ എന്ത് ചെയ്യുന്നു, ഇവളാണെങ്കിൽ ഇവനിട്ട് ഒരു അടി കൊടുത്തേച്ച് നേരെ ഈ പയ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവന്റെ ഷർട്ടിൽ കോളറിലൊക്കെ പിടിച്ചിട്ട് നീ എന്താ ഞാൻ പറയുന്നേക്കാം, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആകെ ഇവനോട് ബഹളം ഉണ്ടാക്കുന്നു. ഇവൻ ഇവിടെ തള്ളി താഴെ ഇടുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോ ചെന്ന് ഈ പയ്യനായിട്ട് പൊരിഞ്ഞാടിയാണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവൻ ചാടി എണ്ണിട്ട് നീ ഇതെന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്, നീ എന്താ അവളുടെ കാമുകനാണോ, അവൾ ഒരാളെ കൊന്നതാണ്, അവളൊരു കൊലപാതകയാണെന്ന് പറയുന്നു. അത് കേട്ടതും ഞെട്ടിത്തിരിഞ്ഞ് ഇവളെ നമ്മുടെ ഹീറോ നോക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഹീറോ പുറകെ അവളുടെ ചെല്ലുന്നുണ്ട്, ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റി, എന്താ പ്രശ്നം, കാരണം ഇവൾ എന്താ നീ ചോദിച്ചാൽ വല്ലതും പോകണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതിനുള്ള പുറകെ ചെന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നുണ്ട് നീ ഒരു കാര്യം ജീവൻ എന്നെ ഫോളോ ചെയ്യുന്നു നിർത്തുക, അതാണ് എന്റെ പകുതി പ്രശ്നം, എന്റെ അങ്ങനെ തീരുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവാണ്. അതിനുശേഷം പിന്നീട് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ശരിക്കും നമ്മുടെ ഒരു ഹീറോയിൻ നേരത്തെ വേറെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ് ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് ക്ലാസ് കെട്ടിയതിൻ്റെ അടുത്ത് നല്ലൊരു സ്ഥലമുണ്ട് ടൂർ പോകാനായിട്ട്, നമുക്ക് അവിടെ പോയാലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ല എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോകണം, ആ ദിവസം ഞാൻ പറഞ്ഞിരുന്ന വരാമെന്ന് പറയുന്നു. അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നു, അവളെ കൂടെ സോപ്പിടാൻ വേണ്ടി പറയുന്നു. ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെയാണ് നല്ല എക്സ്പീരിയൻസ് നല്ല മെമ്മറി ഒന്നും ഉണ്ടാകത്തില്ലല്ലോ, ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നൊക്കെ പറയുമ്പോഴേക്കും ഇതിൽ വീണിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും ആ ട്രിപ്പിന് പോകുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ആഘോഷിച്ച ഒരു ട്രിപ്പിന് പൊക്കോട്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, സെൽഫി ഒക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വണ്ടി ഒരു ആക്സിഡന്റിൽ ചെന്ന് പെടുന്നു. ആക്സിഡന്റ് ചെന്ന് പറ്റി വളരെ ഭീകരമായിട്ടുള്ള മുറിവുകളൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യുന്നു, ഒരു എസ്കേപ്പ് ചെയ്യുന്ന ഒരു ഡോറ് കണ്ടിട്ട് അതുവഴി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു കൂട്ടുകാരികളെ എടുക്കുമ്പോഴത്തേക്കും എന്താണ് അവർ ആകെപ്പാടെ ഇവിടേക്കാട്ടിലും നല്ലോണം മുറിവുകളും അപകടങ്ങളും പറ്റിയിട്ട് ബോധമൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഇവിടെ ജസ്റ്റ് വലിച്ച് പുറത്തേക്ക് എടുക്കുകയും ഈ ഒരു വണ്ടി ഫുള്ള് കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ വെച്ചെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി മരിച്ചു പോകുന്നു. കൂടെ ഈ ഒരു പയ്യൻ്റെ അടുത്ത് പറയുന്നില്ല ഒരു പെൺകുട്ടിയുടെ കാര്യം, ആ പയ്യൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവൾക്ക് ജീവൻ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ അവൾ സ്റ്റില് കോമയിലാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് തൊട്ട് ഇങ്ങോട്ട് എല്ലാ ദിവസവും നമ്മുടെ ഒരു ഹീറോയിൻ ചെന്ന് ഇവളെ കാണുന്നില്ല, ഇവർക്ക് ബാക്കിയുള്ള സംസാരിക്കുന്നത് അറിയാൻ പറ്റുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് പോയിട്ട് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഇവളുടെ ഈ ഒരു പെൺകുട്ടിയുടെ അമ്മയ്ക്കൊക്കെ നമ്മുടെ ഹീറോയിനോട് ദേഷ്യമാണ്. കാരണം അവൾ കാരണമല്ല ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവളെ കാണുമ്പോൾ ചോദിക്കുന്നത് നിനക്ക് എന്തിനാണ് നീ ഇങ്ങനെ നിനക്ക് എങ്ങനെ അവളെ വന്നിങ്ങനെ കാണാൻ സാധിക്കുന്നു, നിനക്ക് ഇനി മതിയായില്ല എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇവള് മറുപടിയായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ അങ്ങനെയെങ്കിൽ എന്നോടുള്ള ദേഷ്യം കൊണ്ടെങ്കിലും അവൾ ഒന്ന് സംസാരിക്കുമല്ലോ, അത് എന്നെ ശപിക്കാനായിട്ടെങ്കിലും അവൾ വാ തുറന്ന് എന്തെങ്കിലും പറയുമല്ലോ, ഒന്ന് കണ്ണ് തുറക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഹീറോ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇതാണ് ഇവളുടെ വിഷമത്തിനുള്ള കാരണമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അന്ന് രാത്രിയിൽ ഈ ഒരു ഡയറി തുറന്ന് നോക്കുമ്പോഴേക്കും എന്താണ് ഡേറ്റ് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ തുള്ളി വെള്ളം അതിലേക്ക് എവിടെ നിന്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അപ്പം ഇവൻ ഈ ഡയറി എടുത്ത് മുകളിലും താഴെയൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് എന്താ പറ്റുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ അവളവിടെ
കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കരയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കാരണവശാലും ഒരു സൂയിസൈഡ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് ഇവൻ അവൾക്ക് ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലാണ്. അതിൻ്റെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ്, നിന്റെ എന്ത് കാര്യമാണെങ്കിലും നിന്റെ കൂടെ എല്ലാ കാലവും ഞാനുണ്ടായിരിക്കും, നിനക്ക് വേണ്ടി ഇപ്പൊ ഞാൻ താഴെ വന്നിട്ടുണ്ട്, നീ ഇറങ്ങി വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവള് വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി ചെല്ലുന്നുണ്ട്. അപ്പൊ അടുത്തേക്ക് അവൻ വരുമ്പോൾ ഇവിടെ 3 സ്റ്റെപ്സ് മാറി നിൽക്കുന്ന കാലിൽ ഒരു തട്ട് കൊടുത്തിട്ട് മാറി നിൽക്കുമെന്ന് പറയുന്നു. ഇവൻ പറയുന്നുണ്ട്, ഈ ഒരു കാരണവശാലും പേടിക്കേണ്ട, നിന്നെ എനിക്കറിയാം, അപ്പൊ നിന്റെ എന്ത് കാര്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്നെ നല്ലോണം നോക്കാൻ എന്നെ കൊണ്ട് പറ്റും, നിന്നെ മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റും, നിന്നെ ഹാപ്പി ആയിട്ട് വെക്കാനും എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറയുന്നു. ഇവിടെ ചോദിക്കുന്നത്, നിനക്ക് നീ എന്തോ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാവുന്ന പോലെ എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ, ഇപ്പൊ അതാണോ കാര്യം, ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഹാപ്പി ആയിട്ടിരിക്കും, നിന്നോട് എപ്പോഴും ഞാൻ കാണുമെന്ന് പറഞ്ഞുള്ള സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇവള് വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഈ ഒരു ബോയ് ഫ്രണ്ട്, അവിടെ കിടക്കുന്ന കോമയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് അവിടെ വന്ന് നിൽക്കുകയാണ് അവളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവൻ ഇവളോട് ഹീറോയിനോട് പറയാണ്, അവൻ എന്തായാലും കൊള്ളാം, നിന്റെ കൂടെ തന്നെ വട്ട് തന്നെ, ലൂസ് ഒരു പയ്യൻ തന്നെ, നിനക്ക് ചേർന്ന ഒരു സൈക്കോയെ തന്നെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവൻ പറഞ്ഞിട്ടാണ് ഇവനോട് വന്നതെന്ന്. അപ്പൊ അത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിന് കുറച്ചും കൂടെ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അവനോട്. അപ്പൊ അത് ചെന്നിട്ടൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നെങ്കിലും ഭയങ്കര റൂഡായിട്ട് അവളെ വിരട്ടിക്കൊണ്ടുള്ള രീതിയിലാണ് ചെല്ലുന്നത്. എന്ത് ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചെന്നിട്ട് അവനോട് താങ്ക്സ് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഓടിപ്പോകണം. ഇവന് അവളുടെ പുറകെ ഇങ്ങനെ ഓടിപ്പോകുന്നു. അങ്ങനെ ആ ഒരു ദിവസമാണ് ഇവള് ഭയങ്കര ഹാപ്പി ആയിട്ട് അവനോട് ചിരിച്ച് സംസാരിച്ച് ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവളുടെ അച്ഛനെ വഴിയിട്ട് വെച്ച് കാണുന്നത്. അപ്പൊ അയാൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇവളോട് പറയുന്നത്, എന്നോട് എത്ര തവണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല, എന്നെ എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നത്. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോമയിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് ഇയാളോട് പറയുന്നുണ്ട്, ഇവിടെ എന്നും ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങളെ ശല്യം ചെയ്യാതിരിക്കും, ഞങ്ങൾക്ക് ഇവളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ഇയാളെ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട്. അത് ഇവള് പറയുന്നുണ്ടായി, ഞാൻ എന്റെ കാര്യത്തിൽ എന്തിനാ അച്ഛൻ ഇടപെടുന്നത്, ഞാൻ ഏതൊരു ദിവസം അവള് തിരിച്ചു വരുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പറയുമ്പോൾ ഇയാളെ ഇവിടെ അടിക്കുന്നുണ്ട്. ഇവള് ഓടി ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇവൾ ഓടി ഫ്രണ്ടിലേക്ക് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൂടെ ഹീറോയും പുറകെ ഓടി വന്നിട്ട്, നീ എനിക്ക് ഞാൻ ഒരു കാര്യം മറന്നു, എവിടെ ഇരുന്ന് എൻ്റെ കാലിൽ മുറിവുണ്ട്, ഞാൻ തുടച്ച് കളയാൻ അല്ലെങ്കിൽ അതിൽ മരുന്ന് വെക്കാൻ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടിരുത്തിയിട്ട് ആ ഒരു മരുന്നൊക്കെ എടുത്തിട്ട്, ഇത് മിക്ക ആൾക്കാർക്കും എങ്ങനെ ശരിക്കും ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കേട്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിഷയത്തിൽ നിന്ന് ഇവിടെ ഡൈവേർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഹീറോയോട് ഈ ഒരു ഹീറോയിന് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്, പക്ഷെ അവളൊന്നും പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിലോട് നടക്കാൻ ഇവരും പുറകെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, നീ ഇനി എന്നെ ഫോളോ ചെയ്യേണ്ട, ഞാൻ നടന്ന് പൊക്കോളാന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ വളരെ ഡിസ്റ്റൻസിലായാലും ഹീറോ ഇവളെ ഭദ്രമായിട്ട് വീട്ടിൽ വരെ ചെല്ലുന്നത് വരെ ഇവളുടെ കൂടെ പോകുന്നുണ്ട്. പിറ്റേ ദിവസം എല്ലാവരും ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ലാബിൽ ഇവർ എക്സ്പെരിമെന്റ് ചെയ്യുകയും അത് റോങ് ആയിട്ടാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. അവിടെ ഫുള്ള് കത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരിരിക്കുന്ന ലാബിന്റെ അവർ അടുത്തിരിക്കുന്ന ഭാഗമൊക്കെ. അത് കാരണം ഇവിടെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ തടിയനെ റൗഡിയൊക്കെ ഇല്ലേ, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ അടിച്ചിട്ട് ഇവന്റെ ദേഹത്ത് ഇതൊക്കെ സ്പ്രേ ചെയ്ത് ഇവന്റെ ഈ ഷർട്ടൊക്കെ വലിച്ചൂരി ഇവനെ അവിടെ ഓടിക്കുന്ന ആ ഒരു രംഗം നമ്മൾ നേരത്തെ കണ്ടാണല്ലോ. അപ്പോൾ അതാണ് നേരത്തെ സംഭവിക്കുന്നത്. പക്ഷെ ഇത്തവണ എന്ത് ചെയ്യുന്നു, ഇവരപ്പോൾ മനസ്സിലാവുന്നു ഏത് രീതിയിലാണ് ഇത് റോങ് ആയിട്ട് നടക്കുന്നതെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ എക്സ്പെരിമെന്റ് നല്ല രീതിയിൽ ചെയ്യുന്നു. പക്ഷെ ആ സമയം ആരാണ്, നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പെരിമെന്റ് റോങ് ആയിട്ട് ചെയ്യുകയും അവിടെയൊക്കെ തീ ആകുകയും ചെയ്യുന്നു. അപ്പൊ തീ കത്തുന്ന കണ്ടപ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന് നമ്മുടെ ആ ഒരു ഫ്രണ്ട്സ് തൻ്റെ കൂടെ ട്രിപ്പ് വന്നിട്ട് അവർ മരിച്ച് പൊട്ടിത്തെറിച്ച് അവിടെ തീ കത്തി ആ ഒരു ഇൻസിഡന്റ് ആണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അവളൊന്നും ചെയ്യാനാവാതെ അവിടെ ഇരുന്ന് അതൊക്കെ ഓർത്ത് അവരുടെ നിലവിളികൾ അവരുടെ കരച്ചിൽ ഓർത്ത് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ഒരു സമയത്ത് ഇങ്ങനെ തീ കത്തിയപ്പോഴാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ട് ഈ പയ്യൻ ഇത് അണയ്ക്കാൻ ശ്രമിക്കുക. അതിനൊപ്പം തന്നെ ഇവന്റെ നേർക്കും ഹീറോയുടെ നേർക്കും ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ എന്ത് ചെയ്യുന്നു, ഇവന് പകരം ആ ഫ്രണ്ടിനെയാണ് ഇവർ ഇത് വെച്ചിട്ട് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഈ ഫ്രണ്ട് എന്നിട്ട് വാഷ്റൂമിൽ നിന്നിട്ട് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് തൻ്റെ ഫ്രണ്ട് ഉള്ളിലുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഹീറോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ലേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ ഹീറോയിനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്തിനായിരിക്കാം വന്നത്, അവൾ സൂയിസൈഡ് ചെയ്യാനായിരിക്കാം വന്നതെന്ന് പറഞ്ഞിട്ട് ഓടി വെപ്രാളപ്പെട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഹീറോയിൻ നിൽപ്പുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവനും അവിടെ ആ ഒരു മതിലിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്നോട് ഹീറോയിൻ താൻ പണ്ട് ചാടാൻ നിന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കണം, ഞാൻ കാരണമാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, ഒരാളത് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ വളരെ സമാധാനമായിട്ട് അവളോട് ചെന്ന് പറയുന്നത്, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം നിനക്ക് അവൾ ശരിയായി വരും, സമയം എടുക്കും, പക്ഷേ ശരിയായി വരും, നിനക്ക് ഇതിനൊക്കെ പുറത്ത് കിടക്കാൻ പറ്റും, നിന്റെ മൈൻഡ് സെറ്റൊക്കെ ശരിയാവും, ഞാൻ നിന്റെ കൂടെ കാണും, വേറെ ആരും ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ ചിന്തിക്കുന്നത്, പറഞ്ഞ പോലെ ഇവൻ അവിടെ ഇരിക്കുകയാണല്ലോ, ഫ്രണ്ടിനെ അവിടെ വാഷ്റൂമിലാക്കിയിട്ടല്ലേ വന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ഫ്രണ്ടിനെ അവിടെ നിന്ന് പുറത്തിറക്കിയിട്ട് അവൻ്റെ ഈ ഡ്രസ്സെല്ലാം എടുത്ത് മാറ്റിയിട്ട് ട്രൗസറും ബനിയനും കൊണ്ട് അവനെ എടുത്തിട്ട് ഓടിക്കുകയാണ്
ഈ റൗഡി പിള്ളേർ. അപ്പം അവനോടി വിഷമിച്ച് വന്നിട്ട് ഒരിടത്ത് മാറി ഇങ്ങനെ പാത്തിരിക്കുകയാണ്. അപ്പം ഹീറോ ഇത് ഓർത്തിട്ട് ഇറങ്ങി വരുന്നുണ്ട്. വന്നിട്ട് ഇവനെ നോക്കുമ്പോഴത്തേക്കിനും ഇവൻ ഭയങ്കരമായിട്ട് വിഷമത്തോടുകൂടി നാണക്കേടോടുകൂടി അവിടെ നിന്ന് കരയാണ്. അപ്പം ഈ സമയത്തേക്ക് ഹീറോയിനും അവിടെ വരുന്നു. എന്നിട്ട് അവൾ എന്ത് പറയുന്നു, അന്ന് നമ്മുടെ ഹീറോയെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ പറഞ്ഞില്ലേ ഇതേപോലെ അവന്മാരെ നമുക്ക് നാണം കെടുത്തണമെന്ന്, അതേ ഒരു കാര്യം ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, താൻ ഇതുവരെ വന്ന സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴിയിൽ എന്താണ് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട്. ഒരു കാര്യത്തിന് മാത്രമേ വ്യത്യാസം വരുള്ളൂ, തനിക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തൻ്റെ ഫ്രണ്ടിന് സംഭവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ മാറ്റാൻ പറ്റില്ല എന്നൊരു കാര്യം നമ്മുടെ ഹീറോ മനസ്സിലാക്കണം. പക്ഷെ അതുകൊണ്ട് ക്യാരക്ടേഴ്സ് എങ്ങനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇനിയിപ്പോൾ അടുത്ത നടക്കാൻ പോകുന്നത് എന്താ, നമ്മുടെ ഹീറോയെ ടീസ് ചെയ്തിട്ട് നേരെ പെൺകുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോയിൻ പോയി തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു തടീനെ ഈ ഒരു ഫ്രണ്ടിനെ ഉപദ്രവിച്ച ഒരു പയ്യൻ്റെ എടുത്തിട്ട് ഒരു ട്രൗസറൊക്കെ താഴോട്ടാക്കുന്നില്ലേ. അപ്പം അത് എങ്ങനെയാണ് നടക്കുന്നത്, അത് ആർക്കാണ് നടക്കുന്നതെന്നൊക്കെ അറിഞ്ഞാൽ ഇതിൻ്റെ ക്ലിയർ ആയിട്ട് ഇതുവരെ എന്താണ് ഇനി മുമ്പോട്ട് പോകുന്നതെന്നൊരു പിക്ചർ കിട്ടും, ഒരു ഐഡിയ കിട്ടും എന്നുള്ളതുകൊണ്ട് അവൻ ആ ഒരു പ്ലേ ഗ്രൗണ്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ മുമ്പോട്ട് നടന്ന് ചെല്ലുമ്പോൾ ഈ രണ്ട് പെൺകുട്ടികളെ കാണുന്നുണ്ട്. അപ്പം അതിലൊരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ഐസ്ക്രീം തട്ട് ഇങ്ങനെ വരുന്ന സമയത്തേക്കിന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹീറോ ചെന്ന് കയ്യിൽ പിടിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ. അപ്പം അവളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അതേസമയം എന്ത് ചെയ്യുന്നു, തൊട്ടടുത്തേക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം മതിയേറ്റ് അപ്പുറത്തേക്കുന്ന ഒരു പയ്യൻ്റെ ദേഹത്ത് വീഴുകയാണ്. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ കൺഫേം ആയി, കാരണം ആളുകൾ ചേഞ്ച് ചെയ്യാണ്, എല്ലാ ഇൻസിഡൻസും റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോഴും പെട്ടെന്ന് ഓർക്കുന്നു, അപ്പോൾ ഈ സമയത്ത് എന്താണ് ശരിക്കും ഇനി സംഭവിക്കുന്നത്, ഹീറോയിൻ ചെയ്യുന്ന ആ ഒരു പയ്യൻ്റെ ട്രൗസർ ഇങ്ങനെ ഊരുന്നു. അപ്പം അതിനുശേഷം ഇവൻ്റെ കയ്യിൽ ഹീറോയുടെ കയ്യിൽ പിടിച്ച് ഓടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഹീറോയ്ക്കാണ് ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ആർക്കാണ് ആ ഒരു ഇഷ്ടം തോന്നാൻ സാധ്യതയുള്ളത്, നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിനാണ് തോന്നുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ, കാരണം തനിക്ക് അവളെ ഇഷ്ടമല്ലേ, അപ്പോൾ തൻ്റെ ഫ്രണ്ടിനും കൂടെ ഇഷ്ടമായാലും എങ്ങനെയാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓർത്തിട്ട് ഇവൻ ഓടിച്ചെന്ന് എന്ത് ചെയ്യുന്നു, ഇവൻ തന്നെ ആ പയ്യൻ്റെ ട്രൗസർ ഊരിയിട്ട് ഓടി വന്ന് ആരാണെന്ന് നോക്കാതെ കയ്യിൽ പിടിച്ച് ഒരാളെ വലിച്ചുകൊണ്ടങ്ങ് പോകുന്നു. ഹീറോയിനാണെന്ന് വിചാരിച്ചു, പക്ഷെ പിടിക്കുന്നത് ആരെയാ, നമ്മുടെ ഫ്രണ്ടിനെയാ. അപ്പം അവനെ വലിച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണ്. ശിവം ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്, കാരണം ഈ ഒരു മൊമെന്റിൽ ആർക്കാണ് അപ്പം കൂടെ നിൽക്കുന്ന ആൾക്ക് ഇഷ്ടം തോന്നും. അപ്പോൾ ഇവിടെ ഹീറോയുടെ വിചാരം കൂടെ ഹീറോയിനാണ്. അപ്പോൾ ഹീറോയിന് എന്നോട് ഇഷ്ടമായി, അപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആയില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ്. ഒരു പോയിന്റിലെത്തി നിൽക്കുമ്പോഴാണ് അറിയുന്നത്, ചേട്ടാ ഇവരെയാണല്ലോ ഇത്ര നേരം പിടിച്ച് വലിച്ചുകൊണ്ട് വന്നതെന്ന്. അപ്പോൾ ഇവൻ പെട്ടെന്ന് നമ്മുടെ ഹീറോയെ കണ്ടത്, ഇടം മച്ചാ നിനക്ക് ഇത്രയൊക്കെ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, ഇത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനെ ചേർത്ത് കെട്ടിപ്പിടിക്കണം. അപ്പോൾ ഈ ഒരു സമയം ഇവിടെ ഹീറോയിനെ തള്ളി താഴ്വാൻ നിൽക്കാൻ കൊണ്ടെന്ന് പറഞ്ഞ് താഴെ തള്ളിയിടും. ഇതേ സമയം ഹീറോയിൻ അവിടേക്ക് എത്തുകയാണ്. അത് കാണുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആവണം. അപ്പം ഹീറോയിൻ ഹാപ്പി ആയാലും അപ്പോൾ പിന്നെ ഹീറോയ്ക്ക് അത് മതി. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് കുറച്ചും കൂടെ ഇവിടെ ഹാപ്പി ആക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേര് ചെന്നിട്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നുണ്ട്. ആ ഒരു പാർക്കിൽ ആരുണ്ട്, നമ്മുടെ ഈ ഒരു ഹീറോയുടെ സിസ്റ്റർ അവിടെയുണ്ട്. അവരാണ് ഇതൊക്കെ അനൗൺസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇരിക്കുന്ന ഒരു റൈഡ് ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇരിക്കുന്നിടത്ത് ചിലപ്പോൾ തെറിച്ച് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെയാണ് ഉരുളൊക്കെ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടോ ഈ ഫ്രണ്ടിനെ ഉരുട്ടി താഴെ ഇടാനുള്ള ഇങ്ങനെ വീഴുന്ന സമയത്ത് ഈ സിസ്റ്റർ കിടന്ന് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഓരോന്ന് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഈ ഒരു ഹനാമിയെ നമ്മുടെ ഹീറോ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് താഴെ വീഴാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൈഡിൽ നിന്നെല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഈ ഒരു സിസ്റ്റർ പറയുന്നത് എന്താണ്, നിനക്ക് ഒരുപാട് നീ വീഡിയോ ഒക്കെ ചെയ്തില്ലേ, ബാ ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇവനെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടറിൽ കയറുന്നത്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കണം അവരുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. തന്നെയല്ല അവർ പറയുന്നുണ്ട് അവർ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, അവരൊറ്റയ്ക്ക് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോകുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഒരു ഹീറോയിനും കൂടെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തായാലും കൊച്ചു പിള്ളേരെ ഹഗ് ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്കത് ഹഗ് ചെയ്യുന്നത് ചോദിക്കുമ്പോഴേക്കും ഇവരെനിക്ക് ഭയങ്കര എന്ത് ഇഷ്ടമാണെന്ന് അറിയാവുന്ന നിന്നെ ഇങ്ങനെ ഹഗ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പിന്നെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ തല്ലും വിട്ടെ, എന്താ അഹങ്കാരമോ, എത്ര തവണയും 1-2-3 തവണയാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പിന്നീട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് രാത്രിയിൽ ഇവിടെ എന്തായിരിക്കും ഡയറിയിൽ എഴുതുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ചെല്ലുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഡയറി ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇവിടെ നല്ല കാര്യങ്ങളായിരിക്കുമല്ലോ, തന്നെക്കുറിച്ച് എന്തെങ്കിലും ആയിരിക്കും എഴുതുന്നതെന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും ശരിയാണ്, തന്നെക്കുറിച്ചാണ് എഴുതുന്നത്. അവൻ ഭയങ്കര ഹാൻസം ആയിട്ട് എനിക്ക് തോന്നി, ഭയങ്കര ക്യൂട്ടാണ്, എൻ്റെ കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനമായി എഴുതി വരുന്നത് പക്ഷേ എന്നാലും എനിക്ക് പേടിയാകുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്ന ഇവരുടെ ഉള്ളിൽ ആ ഒരു ഭയം ഇതുവരെ പോയിട്ടില്ല, ഇവിടെ നോർമൽ ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഷിപ്പിൽ ഇങ്ങനെ റൈഡിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അവർക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് അവിടെ. അപ്പം അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവരുടെ കയ്യിൽ ഇങ്ങനെ കൈ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ കൈ കൊടുക്കുന്നുണ്ടല്ലോ, ഇവിടെ കയ്യിൽ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഹീറോ കുറച്ചും കൂടെ അവളെ ചേർത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ദേഹത്ത് എന്തോ ഒരു വെള്ളം പോലെ സാധനം വീഴുകയും ഹീറോയിൻ പറയുന്നുണ്ട് ഞാനത് പോയി കഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫോൺ നമ്മുടെ ഹീറോയുടെ കയ്യിലാണ്. അപ്പോൾ അതിലേക്കൊരു കോൾ വരുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോ ചിന്തിക്കുന്നത്, കഴിഞ്ഞ തവണ താനി തക്കാളി ആ ഒരു വെള്ളം ഇവരുടെ ദേഹത്തേക്ക് എറിഞ്ഞില്ലേ, അപ്പോൾ ഇവർക്ക് കോള് വരാനുണ്ടായത്. അപ്പോൾ അതിനുശേഷമാണ് ഇവരുടെ മൂഡ് ചേഞ്ച് ആവുകയും പിന്നെ ഒരു സൂയിസൈഡിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇതാരായിരിക്കും എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി കോൾ എടുക്കുമ്പോൾ ഇവിടെ നിന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയുകയാണ് ആ ഒരു കുട്ടിക്ക് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ്, അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അനോബിയോട് പ്രിപ്പയർഡ് ആയിരിക്കാൻ പറയാമെന്ന് പറഞ്ഞാൽ കോൾ കട്ടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ഹീറോയിൻ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഹീറോയുടെ മനസ്സിലൂടെ എന്ത് വന്നാലും ഈ ഒരു കാര്യം ഇവിടെ അറിയിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫോൺ കടലിലേക്ക് കളയുന്നു. ഇവളോട് പറഞ്ഞു സോറി കളഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫോൺ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു ടൈം മൊത്തം ഇവിടെ ഹാപ്പി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്.
അന്ന് വൈകുന്നേരം ഇവിടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം ഇത് കഴിഞ്ഞ് എന്ത് സംഭവിക്കാന്ന് അറിയില്ലല്ലോ. അന്നേ ദിവസമാണ് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വീട് വരെ കൊണ്ടുവിടണം, എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ മോർണിംഗ് വരെ നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്റ്റേ ചെയ്താലോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കൂടെ നീ കൊള്ളാലോ, ആൾ ആദ്യം കെട്ടിപ്പിടിക്കുന്നു, കൈക്ക് പിടിക്കുന്നു, ഇത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറഞ്ഞു, ആ ചേച്ചി അങ്ങനൊന്നും അല്ല, എൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാലോ, സിനിമയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് നമുക്ക് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാന്ന് പറയുന്നത്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പേടിക്കാതെ വേണ്ട, ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, ഒരു വിഷയമില്ലെന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ഇത്രയും നാളും താൻ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് 10 വർഷമായിട്ട് താൻ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് എടുത്ത് ഇവളുടെ കയ്യിലോട്ട് നീട്ടുന്നു. ആ സമയത്തൊക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇവള് അതിനോടൊപ്പം തന്നെ ഹീറോ പറയുന്നുണ്ട് എന്താ ഹാപ്പി ബർത്ത്ഡേ എന്ന്. കാരണം ആ ദിവസമാണ് അവള് മരിക്കുന്നത്, ആ ദിവസമാണ് അവളുടെ ബർത്ത്ഡേ. അത് കണ്ടുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നു, എന്നാൽ പിന്നെ നീ തന്നെ കുത്തിത്താന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ആ സ്ലൈഡ് കുത്തുന്നു. അപ്പോൾ അവൻ പറയുന്നത് നീ ഭയങ്കര സുന്ദരമായിരിക്കുന്നു കേട്ടോ. ഇത് കേട്ടോണ്ട് പെട്ടെന്ന് ഓടി നമ്മുടെ ഹീറോ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും തിരിച്ചു വന്നിട്ട് ഇവനെ ഓടി വന്ന് ഇവിടെ കവളിൽ ഉമ്മ വെക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് പിന്നെ ഓടിപ്പോകുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ അവളെ തിരിച്ച് വിളിച്ച് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വിടുന്നുണ്ടെങ്കിലും അവൾ ആ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഇവനെ നോക്കുകയാണ്. ഇവൻ താഴെ ഇങ്ങനെ പോകാതെ ടാറ്റ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ വിചാരിക്കും മനസ്സമാനായിട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു സമാധാനത്തോടെ തിരിച്ചു പോകാൻ തുടങ്ങുന്നു. അന്ന് അവൾ എന്തായിരിക്കും ഡയറി എഴുതുന്നത് അറിയാൻ വേണ്ടി ഡയറി തുറന്ന് നമ്മുടെ ഒരു ഹീറോ ഇരിക്കണം. അപ്പോൾ അന്ന് തീർച്ചയായിട്ടും അവനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് കേസാണ്, എൻ്റെ ഹാർട്ട് പടുപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവൻ എൻ്റെ ലൈഫിലേക്ക് വന്നതോടുകൂടി എനിക്ക് ജീവിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഡയറിയൊക്കെ മടക്കി വെച്ചുള്ള കിടക്കുന്നതിന് മുന്നേ ഇവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവളുടെ പഴയ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് ഇവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അവരെ മിസ് ചെയ്യുന്നല്ലോ, എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ട. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇവളുടെ വീട്ടിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. എവിടെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പോൾ ഒരു കോളിൽ നിന്ന് കട്ട് ചെയ്ത് നേരെ കാണിക്കുന്നത് പിറ്റേ ദിവസം ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഹീറോ നോക്കുകയാണ്. ഇവിടെ എങ്ങും കാണുന്നില്ല, സ്റ്റേഷനിൽ കാണുന്നില്ല, ക്ലാസ്സിൽ വരുമ്പോൾ അവിടെയും കാണുന്നില്ല. എപ്പോഴാണ് ചിന്തിക്കുന്നത് ഓക്കെ ഇവള് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും, ഇപ്പോഴേക്കും അവള് ആ ഒരു ഫ്രണ്ടിന് വയ്യാന്നുള്ളത് അല്ലെങ്കിൽ ഇൻ കേസ് അവൾ മരിച്ചിട്ടുണ്ടാവും അത് അറിഞ്ഞിട്ടുണ്ടാവാന്ന് പറഞ്ഞിട്ട് ഇവന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങണം. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു ഹോസ്പിറ്റലിന്റെ രംഗമാണ് പിന്നീട് കാണിക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചാൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് മരിക്കുകയാണ് ഹനാബിയുടെ. അപ്പം ഹനാബിയും അമ്മയും അവരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ മുന്നിൽ ഇങ്ങനെ ശാപവാക്കുകളൊക്കെ പറയുകയാണ്, നീ എന്തിനാണ്, നിനക്ക് എത്തിപ്പോഴും മതിയായില്ലേ, നീ ഒറ്റ കാരണമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ അറിയാതെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ മുമ്പോട്ട് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് അവിടെ കയറി നിൽക്കുകയാണ്. ആ സമയത്തേക്കും ഇവിടെ ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ഇവിടെ ഒരുപാട് വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയം ഇവന് തിരിച്ച് ഇങ്ങോട്ടൊരു കോൾ വരുന്നു. അപ്പോൾ അവൾ എന്താ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ഇവൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. നീ ഒരിക്കലും അങ്ങനെ ഡിസിഷൻ ഒന്നും എടുക്കരുത്, ലൈഫിൽ എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ലൈഫ് ഒരു തവണയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിൻ തിരിച്ചു പറയുന്നു, ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ പോയതാണ്, പക്ഷേ എനിക്കത് പറ്റുന്നില്ല, കാരണം നിന്നെ ഓർത്തപ്പോൾ നീ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് നീ കുറേ കാര്യങ്ങൾ ചെയ്തില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഡിസിഷൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹീറോയിനെ കാണുന്നുണ്ട്. അപ്പോൾ അവളോട് പറയുന്നുണ്ട് നീ അവിടെ തന്നെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഹനാബി എന്ത് ചെയ്യുന്നു, ഇവനെ കാണുന്ന ആ ഒരു ഇതിൽ പെട്ടെന്ന് ഒന്നും ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഹീറോ ഏകദേശം റോഡിന് നടുക്ക് ഭാഗത്തായിട്ട് നിൽക്കുന്നതാണ്. പെട്ടെന്ന് അവൻ ഓർക്കുന്നു എന്തായാലും ഫ്യൂച്ചർ തീർത്താൻ പറ്റില്ല, അപ്പം അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാളൂടെ മരിക്കുകയും ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടേഴ്സിനെ മാറ്റാൻ പറ്റും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി ചെന്ന് അവളെ തട്ടി മാറ്റി എന്ത് ചെയ്യുന്നു, ഇവൻ്റെ ദേഹത്തേക്ക് ഒരു കാർ ഇടിച്ച് കയറുന്നു. അപ്പം ഇങ്ങനെ ഇവൻ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്ന സമയത്ത് ഇവൻ വിളിച്ചു പറയുന്നുണ്ട്, ഹനാബി ഞാനില്ലെങ്കിലും നീ ജീവിക്കണം, നിന്റെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കണം, നീ മുമ്പോട്ടുള്ള കാലം നീ ജീവിക്കണം, നിനക്കൊന്നും സംഭവിച്ചുകൂടാ, നിനക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അപ്പം പിന്നീട് അത് കട്ട് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം, ഈ 10 വർഷങ്ങൾക്ക് ശേഷം സെയിം ഈ ഒരു കഥ തുടങ്ങി അവിടെയാണ് കാണിക്കുന്നത്. കാരണം ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു, നഴ്സുമാരൊക്കെ അവളെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ നോക്കുന്നു. പക്ഷേ അവിടെ നമ്മുടെ ഈ ഒരു ഡോക്ടറായിട്ടുള്ള ഹീറോയ്ക്ക് പകരം ആരാണ് ഡോക്ടർ, ഹീറോയിനാണ് ഡോക്ടർ, അവളാണ് വന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം വിഷമിക്കേണ്ട, നമ്മുടെ ഈ ഒരു ഹീറോയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ ഹീറോ ഈ പറഞ്ഞ പോലെ 10 വർഷമായിട്ട് ഈ ഒരു കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു റൂമിലേക്ക് നമ്മുടെ ഈ ഒരു ഹീറോയിൻ ചെന്ന് കയറുന്നുണ്ട്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോ ഒരു ഡയറി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തൻ്റെ ഫ്രണ്ടിനോട് ഈ ഒരു ഹീറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഈ ഒരു ഡയറി ഹനാബിക്ക് കൊടുക്കണമെന്ന്. അതിനകത്തില്ല ഇവൻ കാര്യങ്ങളെല്ലാം എന്താണ് സംഭവിച്ചതെന്നും താൻ ഇങ്ങനൊരു വേൾഡിലേക്ക് തിരിച്ച് പാസ്റ്റിലേക്ക് എനിക്ക് വരാൻ പറ്റിയെന്നും, അപ്പോൾ ഇതൊക്കെ ഇവർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും, എനിക്ക് എന്ത് പറ്റിയാലും നിനക്ക് നിൻ്റെ ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് ഞാനും ചെയ്തത്, അപ്പോൾ ഞാനെന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, എന്തായാലും ഞാൻ ഈ 10 വർഷം കഴിഞ്ഞ് ഏതൊരു സ്റ്റേറ്റിലാണോ എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നീ ജീവിക്കണം, നിൻ്റെ ജീവിതം അവസാനിപ്പിക്കരുത്, മരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്.
അപ്പം അത് മനസ്സിലാക്കി ഇവൻ പറഞ്ഞ ആ വാക്കിൻ്റെ പേരിൽ അത് വിശ്വസിക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഇവള് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാലം വരെയും ഇവനെ നോക്കി ഇവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് ദിവസമാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹീറോ ഈ ഒരു പാസ്റ്റ് വേൾഡിലേക്ക് പോയില്ലേ, ആ ഒരു ദിവസമാണ്. അപ്പോൾ ഇവിടെ ഹീറോയിൻ ഇവൻ്റെ അടുത്ത് ചെന്ന് പറയും, ഇവൻ കോമയിലാണ്, ഇവനൊന്നും മനസ്സിലാവില്ല. പക്ഷെ എന്നാലും ഹീറോയിൻ ചെന്ന് പറയും, എനിക്കറിയാം ഇന്ന് എന്തായാലും നീ കണ്ണു തുറക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നെറ്റിലൊരു വോയിസ് കൊടുത്തിട്ട് ഇവള് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ ഒരു സമയം കാണിക്കുന്നത് എന്താണ്, സറൗണ്ടിങ്ങിൽ ആ കേട്ട അതേ റേഡിയോയുടെ ഒരു സൗണ്ടാണ് കേൾപ്പിക്കുന്നത്. അതോടുകൂടി അത് കേട്ടുകൊണ്ട് വളരെ പ്ലസന്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഹീറോ കണ്ണു തുറക്കുകയാണ്.